ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ പുതിയ വർഷമൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. 2024 തുടങ്ങി. നിങ്ങൾ അതിന്റെ സന്തോഷത്തിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പുതിയ വർഷത്തിൽ നമ്മൾ പുതിയ വർഷത്തിന്റെ വിഷസും കാർഡ്സും അതൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കും. അപ്പൊ എനിക്ക് ദൂരെയുള്ള എന്റെ ഒരു ഫ്രണ്ടിനാണ് ഒരു കാർഡ് അയക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ടിന് എനിക്കൊരു കാർഡ് അയക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഒരു കാർഡ് വാങ്ങും, ഒരു കവറിലിടും, എന്നിട്ട് ഒരു സ്റ്റാമ്പ് ഒട്ടിക്കും, എന്നിട്ട് അഡ്രസ്സ് എഴുതിയിട്ട് എന്ത് ചെയ്യും? എനിക്ക് അയക്കും. അപ്പോ അഡ്രസ്സിന് ടു എന്ന് എഴുതിയിട്ട് നമ്മുടെ പേര് മാത്രം, അപ്പൊ ഐശ്വര്യ എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ ആ കാർഡ് എനിക്ക് കിട്ടണം എന്നുണ്ടോ? ഒരിക്കലും കിട്ടില്ല. അത് മേ ബി എന്ത് ചെയ്യാം? പോസ്റ്റ് ഓഫീസിൽ വെച്ചിട്ട് തന്നെ അത് റിജക്ട് ചെയ്യാം. ഒരു പേര് വെച്ചിട്ട് മാത്രം നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല? നമുക്ക് കിട്ടേണ്ട സാധനം നമുക്ക് കിട്ടണമെന്നില്ല. അത് ഒരിക്കലും അഡ്രസ് ആയിട്ട് നമ്മൾ കണക്കാക്കില്ല. അതിൽ നമ്മുടെ പേര് വേണം, വീട്ടുപേര് വേണം, നമ്മുടെ സ്ഥലം വേണം, നമ്മുടെ പിൻകോഡും വേണം. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അഡ്രസ് ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോ ലോകത്തിലുള്ള ഓരോരുത്തർക്കും എന്തുണ്ടായിരിക്കും? ഓരോ സ്പെസിഫിക് അഡ്രസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഒരേ വീട്ടിൽ തന്നെ രണ്ടാളുകൾ ഉണ്ടെങ്കിലും അവരുടെ അഡ്രസ്സ് വേറെയാണ്. നമുക്ക് പേരെന്തായിരിക്കും അവിടെ? ഡിഫറെന്റ് ആയിരിക്കും. വീട്ടുപേരും സ്ഥലവും പിൻകോഡും സെയിം ആണെങ്കിലും നമ്മുടെ പേര് ഡിഫറെന്റ് ആണ്. അപ്പൊ ഓരോ ആളുകൾക്കും എന്താണ്? ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള അഡ്രസ് ആണ് ഉള്ളത്, യുണീക്ക് ആയിട്ടുള്ള അഡ്രസ് ആണ് ഉള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ ഇലക്ട്രോണിന് ഒരു മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ അഡ്രസ്സ് നിങ്ങൾക്ക് അറിയണം. അപ്പോ ഓരോ ആറ്റത്തിലെ ഓരോ ഇലക്ട്രോണിനും എന്തുണ്ട്? ഒരു യുണീക്ക് അഡ്രസ് ഉണ്ട്. ഇതിപ്പോ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമായിരിക്കും. ഓരോ ഇലക്ട്രോണിനും യുണീക്ക് ആയിട്ടുള്ള അഡ്രസ് ഉണ്ട്. ആ അഡ്രസ്സിനെയാണ് നമ്മൾ പറയുന്നത് ക്വാണ്ടം നമ്പേഴ്സ്. 4 ക്വാണ്ടം നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഇലക്ട്രോണിന്റെയും അഡ്രസ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാ ക്വാണ്ടം നമ്പേഴ്സ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഞാൻ പറഞ്ഞിരുന്നു, അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യുണീക്ക് ആണ്. ഒരിക്കലും രണ്ടാൾക്ക് ഒരേ അഡ്രസ് ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും. രണ്ട് ഇലക്ട്രോൺസിന് ഒരിക്കലും എന്തുണ്ടായിരിക്കില്ല? സെയിം അഡ്രസ്, അല്ലെങ്കിൽ 4 ക്വാണ്ടം നമ്പേഴ്സും സെയിം ആയിട്ട് ഒരു ഇലക്ട്രോണിനും വരില്ല. ഇനി ഓരോ ക്വാണ്ടം നമ്പേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമ്മൾ അത് n എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക, സ്മോൾ ലെറ്റർ n. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് ഷെല്ലിന്റെ നമ്പറിനെയാണ്. ഓക്കെ, അതായത് 1s എന്നാണ് നമ്മൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ അതിലെ 1, ആ കോഎഫിഷ്യന്റ് ആയിട്ട് എഴുതുന്ന 1, ഇതിന്റെ ഷെൽ നമ്പർ ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n. ഇനി അസിമുത്തൽ ക്വാണ്ടം നമ്പർ L ആണെന്നുണ്ടെങ്കിൽ അത് ഏത് സബ് ഷെല്ലിലാണ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതിനാണ്. ഇപ്പൊ 1s ആണ് നമ്മൾ പറഞ്ഞതെന്നുണ്ടെങ്കിൽ അതിലെ s ആണ് സബ് ഷെല്ല്. എല്ലിന് ഓരോ സബ് ഷെല്ലിനും ഓരോ വാല്യൂസ് ആണ് ഉള്ളത്. 4 സബ് ഷെല്ലാണ് മെയിൻ ആയിട്ടുള്ളത്: എസ്, പി, ഡി ആൻഡ് എഫ്. എസ് ആണെന്നുണ്ടെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എപ്പോഴും 0 ആയിരിക്കും. പി ആണെങ്കിൽ അത് എപ്പോഴും 1 ആയിരിക്കും. ഡി ആണെങ്കിൽ എപ്പോഴും 2 ആയിരിക്കും. എഫ് ആണെങ്കിൽ അത് എപ്പോഴും 3 ആയിരിക്കും. സോ L ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് എസ് സബ് ഷെല്ലിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഇനി തേർഡ് വൺ ആണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഒരു ഇലക്ട്രോണിന് എത്ര ഓറിയന്റേഷൻസ് പോസിബിൾ ആണ്, അതിന് എത്ര തരത്തില് സ്പേസിൽ അറേഞ്ച് ചെയ്ത് നിൽക്കാം എന്ന് കാണിക്കുന്നതാണ് എന്ത്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അത് അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അസിമുത്തൽ ക്വാണ്ടം നമ്പർ 0 ആണെങ്കിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും 0 ആയിരിക്കും. അസിമുത്തൽ ക്വാണ്ടം നമ്പർ 1 ആണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന് -1 എന്ന് പറയുന്ന വാല്യൂ എടുക്കാം, 0 എന്ന് പറയുന്ന വാല്യൂ എടുക്കാം, 1 എന്ന് പറയുന്ന വാല്യൂ എടുക്കാം. -L to 0 to +L, അതാണ് എമ്മിന്റെ നമ്മൾ ഡെഫിനിഷൻ ആയിട്ട് പറയാം. ലാസ്റ്റ് ക്വാണ്ടം നമ്പർ, ലാസ്റ്റ് അഡ്രസ് എന്ന് പറയുന്നത് അതിന്റെ സ്പിൻ ആണ്. അത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഈ 4 ക്വാണ്ടം നമ്പറും സെയിം ആയിട്ട് ഒരു ഇലക്ട്രോണിനെ പോലും നിങ്ങൾക്ക് ഒരു ആറ്റത്തിന്റെ ഉള്ളിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാണ്ടം നമ്പേഴ്സ് ഇലക്ട്രോണിന്റെ അഡ്രസ് ആണെന്ന് പറയുന്നത്.